ഹലോ ഹായ്, ആലീസ് ഇൻ വണ്ടർലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാലഡാണ്. ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാലഡ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 100 ഗ്രാം ഗ്രേപ്സ്, 100 ഗ്രാം കോളിഫ്ലവർ, 100 ഗ്രാം ചെറുപയർ വെള്ളത്തിലിട്ട് കുതിർത്ത് മുളപ്പിച്ചെടുത്താണ്, ഒരു ദിവസം മുളപ്പിച്ചെടുത്താണ്. പിന്നെ വേണ്ട ഒരു കുക്കുംബർ, സാലഡ് വെള്ളരി, ഒരു കഷ്ണം പപ്പായ പഴുത്തത്, ഒരു ഓറഞ്ച്, 2 ചെറിയ ആപ്പിള്, ഒരു തക്കാളി ഒരുപാട് പഴുത്ത തക്കാളി വേണ്ട, 2 ചെറിയ പഴം, ഒരു കഷ്ണം പൈനാപ്പിൾ. പിന്നെ വേണ്ടത് നമുക്ക് 5 മുട്ടയാണ്. മുട്ട നമുക്ക് പുഴുങ്ങിയെടുക്കണം. അതിൻ്റെ വെള്ളക്കരു മാത്രം മതി, മഞ്ഞ വേണ്ട. ഒരു നുള്ളു ഉപ്പ് വേണം. ഉപ്പ് ആവശ്യത്തിന്, 1 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒലിവ് ഓയിൽ, തേന്. ആദ്യം നമുക്ക് മുട്ട ശകലം ഉപ്പിട്ട് പുഴുങ്ങാൻ വെക്കാം. മുട്ട നന്നായിട്ട് പുഴുങ്ങിയെടുക്കും. ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. മറ്റേ ഗ്യാസ് കത്തിച്ചിട്ട് നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായ പാനിലേക്ക് ഒരു ശകലം അര സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 1/2 സ്പൂൺ മതി. ഓയിൽ ചൂടാകുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന പയറും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമുക്ക് ചെറിയ തീയിലൊന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോഴത്തേക്ക് അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഇതിലേക്ക് അതിന് മാത്രം ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമുക്ക് പിന്നെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് വേവാനായി ഇതിൻ്റെ ആവശ്യമുള്ള ഉപ്പും ഒരു നുള്ള് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചേർത്തൊന്ന് ഇളക്കി ഒരു 5 മിനിറ്റ് അടച്ചു വെക്കാം. അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. എന്നിട്ട് നമുക്ക് ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് കുറച്ച് വെള്ളത്തിൽ ശകലം വിനാഗിരി ഒഴിച്ച് അരമണിക്കൂർ ഇട്ട് വെക്കണം. എന്ന് വെച്ചാൽ അതിനകത്തുള്ള വിഷാംശമൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അരമണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കിടന്നിട്ട് പിന്നെ കഴുകിയെടുത്താൽ മതി. ഓറഞ്ചും പൈനാപ്പിളും ഒഴിച്ച് ബാക്കി ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് വേവിക്കാൻ വെച്ച സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട്. ഇത്രയും 5 മിനിറ്റ് അതൊന്ന് പച്ച ചവയൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിനെ ഒന്ന് തണുക്കാൻ വെക്കണം. അതിൻ്റെ ചൂടാറിയിട്ട് വേണം നമുക്ക് മറ്റുള്ളതിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കതിനെ ആ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് വെക്കാം, മുട്ടയൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കുക്കുംബറൊക്കെ ഞാൻ വിനാഗിരി ഒഴിച്ച് കഴുകിയെടുത്തതാണ്. നന്നായിട്ട് അതിനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ തക്കാളിയുടെ അകത്തെ കുരു ഒന്നും നമുക്ക് വേണ്ട, അത് നമുക്കങ്ങ് മാറ്റി കളയാം.
അപ്പോൾ നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞക്കരു മാറ്റിയിട്ട് വെള്ള മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൂട്ട്സും എല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് കോളിഫ്ലവറും ചെറുപയർ വേവിച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ നല്ല ഒരു സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നല്ല ഒരു സ്പൂൺ നിറച്ച് വേണേ. നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം. ഈ തേൻ ഒഴിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെജിറ്റബിളിൻ്റെ എല്ലാം കൂടെ ഒരു വെജിറ്റബിളിന് ഒരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫ്രൂട്ട്സിൻ്റെ ഒപ്പം ഫ്രൂട്ട്സും വെജിറ്റബിളും ഇടുമ്പോൾ അവിടെ ഇവിടെ പച്ചയായിട്ട് കടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ തേൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് 2 സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് 1 സ്പൂൺ കുരുമുളക്. നേരത്തെ നമ്മൾ കോളിഫ്ലവറിനകത്ത് കുരുമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് വേണം ഇതിനകത്ത് ഇടാൻ. 1 സ്പൂൺ കുരുമുളക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉടഞ്ഞു പോവരുത്. ഫ്രൂട്ട്സും മുട്ടയുടെ വെള്ള ഇതൊന്നും ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മുടെ സാലഡ് റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റിംഗ് ഒക്കെ നോക്കുന്ന ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി. ടാറ്റാ. Awesome.